അപ്പൊ ഇവിടെ ആണുങ്ങളെല്ലാരും ഉണ്ടാതിരിക്കുകയാണ്. ഇനി പെണ്ണുങ്ങളായിട്ട് എന്താ വരുത് അവിടെ സംസാരിക്കരുത്. നന്നായി ലഭിക്കുക അതിനു വേണ്ടി സഹായിച്ച ധാരാളം ആളുകളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഒരു 40 ഇഞ്ച് അല്ലെങ്കിൽ 50 ഇഞ്ചിന്റെ TV ആണ് സാധാരണ വെക്കാറുണ്ട്. ടൈം കൂടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 1.25 ലക്ഷം രൂപയുടെ ഇതുപോലെ 50 മുതൽ 1.25 ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പാനലിൽ. അപ്പൊ അത്രയും രൂപ ചെലവഴിച്ചിട്ടായിരിക്കും ഒരുപാട് ആളുടെ സഹായം ഉണ്ടാവും. അതിനേക്കാളുപരി ഇത് നിലവിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ച ആളുണ്ടാവും. സത്യത്തിൽ ഇന്നത്തെ സന്തോഷം അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് സംഘാടകന്റെ ചിരി ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു ക്ലാസ് റൂം ഉദ്ഘാടനം എന്ന് കരുതി വന്നതാണ്. ഇതുപോലൊരു പ്രശസ്തി ബഹുമാനപ്പെട്ട യൂനുസ് ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ മദ്രസയിലും ഒരു ക്ലാസ് എങ്കിലും ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് ആക്കി കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള വലിയ സംവിധാനം, വളരെ ദീർഘദൃഷ്ടിയോടുകൂടി സംവിധാനിച്ച ആ സംവിധാനത്തിൽ ചെറിയൊരു കണ്ണിയാവാൻ അൽഹംദുലില്ലാഹ് കേരള മുസ്ലിം ജമാഅത്തിന് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന്റെ യഥാർത്ഥ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ റമദാനിലാണ് ഇതിന്റെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകാൻ നമ്മൾക്ക് കൂടി ചെയ്യാനുള്ള ആരോഗ്യം ആഫിയത്ത് വരട്ടെ. സംസാരിക്കാൻ കൂടുതലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒരാളൊന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ആക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇതിലൂടെ നല്ല നല്ല പണ്ഡിതന്മാരുണ്ട്. എനിക്ക് इन बच्चों को दीन और दुनिया की तालीम से नवाजें। इंशाल्लाह इन बच्चों को जो है सिर्फ दीन ही नहीं बल्कि दुनिया में भी कामयाबी अता फरमाए। और हमारे इस जलसे के आज मेहमान खुसूसी जनाब सिद्दीक साहब, मोहम्मद साहब और इकबाल भाई, जहीर का, इसी तरह हमारे इब्राहिम सेठ साहब. സ്മാർട്ട് ക്ലാസ് ഉണ്ടാക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. അതും ദീൻ ഇസ്ലാമിന്റെ പേരിലുണ്ടാക്കുന്ന കാര്യത്തെ നമ്മൾ എപ്പോഴും നല്ലതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് എപ്പോഴും ഓർക്കണം. നമ്മുടെ പഠനകാലത്ത്, അതായത് എന്റെ ജീവിതത്തിലുള്ള പഠനകാലത്തെല്ലാം ഇതുപോലെ കാരണം ഞാനും ഇതേപോലെ സ്കൂളിൽ സെക്രട്ടറിയായി ചെയ്യുന്ന ഒരു 2 വർഷമായിട്ട് വാക്കാലം പറഞ്ഞിങ്ങനെ നടക്കാൻ ഒരു സ്മാർട്ട് ക്ലാസ് തുടങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ മീറ്റിംഗിലും ഞങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. സംഘാടകർക്കോ മദ്രസയുടെ ഭാഗമായവർക്ക് ഒരു പ്രയാസം ക്ഷമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഹോദരിമാരെ കുട്ടികൾക്ക് തോന്നുന്നു അല്ലേ? അപ്പൊ ഇവിടെ ആണുങ്ങളെല്ലാരും ഉണ്ടാതിരിക്കുകയാണ്. ഇനി പെണ്ണുങ്ങളായിട്ട് എന്താ വരുത് അവിടെ സംസാരിക്കരുത്. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവരുടെ കുട്ടികളുണ്ടാവില്ല, കുട്ടികളുണ്ടാവും. അപ്പൊ സംസാരിക്കേണ്ടി വരും. അങ്ങനെ അത്യാവശ്യം സംസാരിക്കേണ്ട ആളുകൾ സദസ്സിന് പുറത്തുപോയി സംസാരിച്ചാൽ തരപ്പെടും എന്ന് മനസ്സിലാക്കി.